അഫ്സൽ സൗണ്ട് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് USSD എങ്ങനെ ഓക്സിൻ്റെ മാസ്റ്ററിലൊക്കെ എങ്ങനെ ഗ്രാഫിക് EQ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ മിക്സറിൻ്റെ എല്ലാവരിലും എങ്ങനെ ഗ്രാഫിക് EQ സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് USSDൻ്റെ 18ഓളം വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ ചെയ്തു എന്ന് കരുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരാൾ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. നമ്മൾ ആദ്യം ഓക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ മിക്സ് പേജിൽ നിന്ന് നേരെ ഓക്സ് സെലക്ട് ചെയ്യുക. ഓക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 4ാമത്തെ ഓക്സാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഏത് ഓക്സാണോ വേണ്ടത്, അപ്പോൾ 1ാമത്തെ ഓക്സാണിലാണ് EQ വേണ്ടതെന്നുണ്ടെങ്കിൽ, ഗ്രാഫിക് EQ നമുക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഓക്സിൻ്റെ മാസ്റ്റർ ഇവിടെ ഉണ്ടോ, ഓക്സ് 1 സെലക്ട് ചെയ്യുക. നേരെ എഡിറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ അതിൻ്റെ EQ കിട്ടും. അത് നമുക്ക് എങ്ങനെയാ വെച്ചാൽ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യുക. ഇനി അതല്ല, ഓട്ടോമാറ്റിക്കലി നമുക്കിത് കട്ട് ചെയ്യും. ഇപ്പോൾ മോണിറ്റർ നമ്മൾ EQ ചെയ്യുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത ഫ്രീക്വൻസി വരുമ്പോൾ ഔളിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. ഓട്ടോമാറ്റിക് കട്ട് ചെയ്യാനുള്ള എങ്ങനെയാണെന്നുള്ളതാണ് ഇത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പിൽ ലൈവ് അടിച്ച് കഴിഞ്ഞാൽ മൈക്ക് ഇപ്പോൾ നമ്മൾ ഒരു സ്പീക്കർ മോണിറ്ററിൽ പിടിക്കുമ്പോൾ ഔളിംഗ് വരുന്നത് ഓട്ടോമാറ്റിക് അങ്ങനെ ഔൾ ചെയ്താണ്ട് കട്ടായി പോകും. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗ്രാഫിക് EQ എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ഓക്സ് 1 ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നെ. ഇപ്പോൾ 2 2 സെലക്ട് ചെയ്യുക. നേരെ 2ൻ്റെ മാസ്റ്റർ സെലക്ട് ചെയ്യുക. 3 സെലക്ട് ചെയ്തിട്ട് എൻ്റെ മാസ്റ്റർ സെലക്ട് ചെയ്തുകൊണ്ട് നേരെ എഡിറ്റ് പോവുക. അങ്ങനെ നമ്മൾ മറ്റേ ഓക്സ് 1 പറഞ്ഞ പോലെ തന്നെയാണ് ഓക്സ് 4 വരെ ചെയ്യും. ഈ മാസ്റ്ററിൽ എങ്ങനെ എടുക്കാമെന്നില്ലേ വന്നിടാം. നേരെ മാസ്റ്ററിൻ്റെ ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നേരെ ഓക്സിൻ്റെ പോലെ തന്നെ എഡിറ്റിൽ പോവുക. നേരെ ഗ്രാഫിക് EQ കിട്ടും. അത് നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ സെറ്റപ്പ് നല്ലത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്യാനുള്ളത്. പിന്നെ അതിൻ്റെ RTO ഇവിടെ കാണും. RTO വോൾട്ട് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെ ഉണ്ട്. റീസെറ്റ് ചെയ്യാനുള്ള ബൈപ്പാസ് ആക്കാനുള്ള. ബൈപ്പാസ് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു ഗ്രാഫിക് EQ ഇല്ലാതെ എങ്ങനെ നല്ലത് നേരിട്ട് നമ്മൾ ആദ്യം ഉണ്ടായതിനെ പോലെ തന്നെ നമ്മൾ EQ ഒന്ന് കട്ട് ചെയ്യാതെ എങ്ങനെയാണ് നല്ലത് ബൈപ്പാസ് ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവും. ഗ്രാഫിക് EQ ഓഫായി അതേപോലെ കാണും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.